കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ നിർണായക നീക്കം നടക്കുകയാണ്. അതെ, കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എ ഗീത IAS ഇതിനോടകം തന്നെ കൊടുത്തിരിക്കുന്നത്. കളക്ടർക്കെതിരെ കളക്ടർ അഴിമതിക്കാരൻ തന്നെയെന്ന് വ്യക്തമാകുന്ന കൂടുതൽ തെളിവുകൾ ലഭ്യമായതോടുകൂടി പരുങ്ങലിലായിരിക്കുകയാണ് വാസ്തവത്തിൽ CPIM പോലും. കാരണം കളക്ടറെ സംരക്ഷിച്ച് പിടിക്കുന്നത് കണ്ണൂർ ലോബിയാണ്. കണ്ണൂരിലെ ഭൂമാഫിയകളെ എങ്ങനെയൊക്കെ സഹായിക്കാമോ അതൊക്കെ കൃത്യമായി ചെയ്തു കൊടുത്ത വ്യക്തിയാണ് അരുൺ കെ വിജയൻ എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യം തന്നെയാണ്. ആറളം ഫാമുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അനധികൃതമായിട്ടുള്ള എല്ലാ സഹായങ്ങളും പരസ്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ, നിങ്ങൾ എന്ത് ചെയ്തു കളയും എന്നെ എന്നുള്ള രീതിയിലുള്ള വെല്ലുവിളി, അതായിരുന്നു അഹങ്കാരവും ധാർഷ്ട്യവും ഒത്തുചേർന്ന മനോഭാവം. അതാണ് കളക്ടർ അരുൺ കെ വിജയൻ. ദിവ്യയാണെങ്കിലോ ഉന്നതരായിട്ടുള്ള CPIM നേതാക്കൾക്ക് എല്ലാ തരത്തിലും പ്രിയങ്കരിയായവൾ, ശശിയുടെ പ്രിയങ്കരിയായിട്ടുള്ളവൾ എന്ന ഖ്യാതി നേടിയ ആളാണ് PP ദിവ്യ. ശശി ദിവ്യയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ഒടുങ്ങാത്ത പകയായിരുന്നു നവീൻ ബാബുവിനോട് കളക്ടർ അരുൺ കെ വിജയൻ. അതിന് കാരണം രണ്ടാണ്. അനധികൃതമായി പമ്പിന് NOC കൊടുക്കാത്തതിൽ ഉള്ള എല്ലാ തരത്തിലുള്ള വിദ്വേഷവും കൃത്യമായി കളക്ടർക്ക് നവീൻ ബാബുവിനോട് ഉണ്ടായിരുന്നു. മഞ്ജുഷ ആ കൊടുത്ത മൊഴി എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? മഞ്ജുഷയുടെ മൊഴി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. മഞ്ജുഷയുടെ വാക്കുകളെ കൃത്യമായി ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർക്കറിയാം, അത് കൃത്യമായി കോടതിയിലേക്ക് എത്തിയാൽ ഒരു കാരണവശാലും PP ദിവ്യ പുറത്തിറങ്ങില്ല. അവരെ അകത്താക്കാൻ, എന്നേക്കുമായി അകത്താക്കാനുള്ള തെളിവുകൾ കൃത്യമായി എ ഗീത IASന്റെ കയ്യിലും മഞ്ജുഷയുടെ കൈവശവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കൃത്യമായി അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കൊടുത്തിരിക്കുന്ന അപ്പീലിൽ പറഞ്ഞിരിക്കുന്നത് PP ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചതേ തെറ്റ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമായിരുന്നു കൃത്യമായി ഉടലെടുത്തത്. ആറളം ഫാമിന് കൊടുത്ത അനുമതി അത് ചട്ടങ്ങൾ ലംഘിച്ച് തന്നെയാണെന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തില്ല എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയായിരുന്നു. ആറളം ഫാം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ യാതൊരു രീതിയിലും അനുമതി ഇല്ലാതെ ഇരിക്കെ അത് ചട്ടലംഘനം നടത്തി എന്ന് മാത്രമല്ല, ഭൂമാഫിയകൾക്ക് എല്ലാ തരത്തിലും അനധികൃത പാറക്കോറികൾക്ക് അനുമതി കൊടുക്കുന്നത് ജില്ലാ കളക്ടർ നേരിട്ട് അതിനുവേണ്ടി ബിനാമി ഇടപാടുകൾ നടത്തി എന്ന ആരോപണം ശക്തമായിരുന്നു. ആ ബിനാമി ഇടപാടുകൾ നടത്തുന്നവരിൽ എല്ലാവരും PP ദിവ്യയോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർ തന്നെയെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് എ ഗീത IAS തന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. ശശിയുമായുള്ള ദിവ്യയുടെ ബന്ധം അത് പുറത്തു പറഞ്ഞാൽ നാണക്കേട് എന്ന് തന്നെയായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ട്. വലിയ തോതിലുള്ള ഒരു ബന്ധം തന്നെ അവർ തമ്മിൽ നിലനിർത്തിയിരുന്നു. അവർ ശശിക്ക് അത്രയും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു എന്നുള്ളതിന് നേരത്തെ തന്നെ കണ്ണൂർ ജില്ലാ നേതൃത്വം പരസ്യമായി തന്നെ അംഗീകരിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ആകെ നാണം കെട്ടിരിക്കുകയാണ് MV ഗോവിന്ദനും ഭാര്യ ശ്യാമളയും. കാരണം MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് PP ദിവ്യ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. അവർക്ക് എതിരെ ഒരു നീക്കവും നടത്താൻ സമ്മതിക്കില്ല. CPIM-ൽ നിന്ന് അവരെ തരം താഴ്ത്തിയത് എന്തിന് എന്ന ചോദ്യമായിരുന്നു ശ്യാമള ചോദിച്ചത്. MV ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞത് മഞ്ജുഷയോടൊപ്പമാണ് CPIM എന്നാണ്. എന്നാൽ അത് പൊള്ളത്തരമാണ് എന്നുള്ളത് PP ദിവ്യയെ ജാമ്യത്തിൽ ഇറക്കിയ ദിവസം സ്വീകരിക്കാൻ നിന്ന ശ്യാമളയുടെ കൃത്യമായ ഇടപെടലിൽ നിന്നും വ്യക്തമായിരുന്നു.